ഇതാദ്യമായല്ല ശശി തരൂർ നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതും. പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ തരൂർ മോദിയെ പുകഴ്ത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് തരൂരിന്റെ പ്രധാനപ്പെട്ട മോദി പ്രശംസകൾ? ആ പ്രശംസകളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് കണ്ടുവരാം. തീയതി അടക്കം ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ പ്രശംസ എന്ന് പറയുന്നത് 2015 മോദി സർക്കാർ അധികാരത്തിൽ വന്ന തൊട്ടടുത്ത വർഷം 2015 ജൂലൈയിൽ ശശി തരൂർ പറഞ്ഞത്, പ്രധാനമന്ത്രി എവിടെ പോയാലും മതിപ്പുളവാക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അതായിരുന്നു നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ കോൺഗ്രസ് വിമർശിക്കുന്ന ഘട്ടത്തിൽ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ശശി തരൂർ പറഞ്ഞ ഈ വാചകം. ആ സന്ദർശനങ്ങളൊക്കെ കേവലം സന്ദർശനങ്ങളല്ല, വിദേശത്ത് പോലും മതിപ്പുളവാക്കിയാണ് മോദി മുന്നേറുന്നത് എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് 2015 ജൂലൈയിൽ. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, 2019 ഓഗസ്റ്റ്. തീരുമാനിക്കുന്ന കാര്യങ്ങൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന രീതി അഭിനന്ദിക്കേണ്ടതാണ്. നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കല്ല എന്ന ഈ പ്രസ്താവനയും വിവാദങ്ങൾക്ക് വഴിതെളിയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ചെറിയൊരു ഇടവേള തരൂർ എടുക്കുന്നുണ്ട്. അടുത്ത പ്രസ്താവന വരുന്നത് 2022 മാർച്ചിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജസ്വലതയും ചടുലതയും ഏറെ മികച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്തിൽ കയറുന്ന ചിത്രങ്ങളൊക്കെ PR വർക്കാണ് എന്ന് കോൺഗ്രസ് പറയുന്ന 2022 മാർച്ചിലാണ്. അപ്പോഴാണ് നരേന്ദ്രമോദിയുടെ ഊർജ്ജസ്വലത എടുത്തു പറയേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നത്. പിന്നെ അധികം ഇടവേളകൾ എടുക്കുന്നില്ല. തൊട്ടടുത്ത വർഷം 2023 ജൂലൈയിൽ അടുത്ത പ്രതികരണം വരികയാണ്, അല്ലെങ്കിൽ പുകഴ്ത്തൽ വരികയാണ്. പ്രധാനമന്ത്രിയുടെ വിദേശ നയം ശ്രദ്ധേയം. പലപ്പോഴായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയങ്ങളെ പ്രകീർത്തിക്കുന്ന തരൂരിന്റെ വാക്കുകളിൽ ഒരെണ്ണം മാത്രമാണിത്. നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശന പശ്ചാത്തലത്തിൽ ഈ പരാമർശം വന്നതും കോൺഗ്രസിനെ അന്ന് വെട്ടിലാക്കുകയാണ്. അടുത്ത പ്രതികരണം വരുന്നത് ജൂലൈ തന്നെയാണ്. ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അഭിനന്ദനാർഹം എന്നാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള നരേന്ദ്രമോദിയുടെ സന്ദർശനം അഭിനന്ദനം അർഹിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് ശശി തരൂർ. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നൽകുന്ന പരിഗണനയെക്കുറിച്ചാണ് തരൂർ ഇത് പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദി ആദ്യത്തെ തവണ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യ വർഷം തന്നെ 27 രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇതിൽ മുസ്ലിം രാജ്യങ്ങളെ ഒഴിവാക്കിയതിനെ വിമർശിച്ചയാളാണ് ഈ സ്റ്റേറ്റ്മെന്റ് 2023 നടത്തിയ ശശി തരൂർ എന്നത് ഓർക്കണം. ആ പരാമർശം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ മുസ്ലിം രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ, സന്ദർശനത്തെയൊക്കെ തരൂർ അഭിനന്ദിക്കുന്നത്. ബാക്കിയൊക്കെ ഈ വർഷമാണ്, 2025 2025 ഫെബ്രുവരിയിൽ ശശി തരൂർ നടത്തിയ പ്രതികരണം അമേരിക്കൻ സന്ദർശനത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ്. വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ അനുകൂല നീക്കമാണ്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിൽ വെട്ടിലാക്കാൻ തുടങ്ങിയ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയെപ്പറ്റി ശശി തരൂർ പറഞ്ഞ വാക്കുകൾ വലിയ വിവാദമായി മാറി. ഈ കൂടിക്കാഴ്ച ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് തരൂർ പറഞ്ഞു വെക്കുകയാണ്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലൂടെ ഉണ്ടാക്കിയ നേട്ടങ്ങളെ ഇന്ത്യക്കാർ എന്ന നിലയിലാണ് ഞാൻ അഭിനന്ദിച്ചത് എന്ന് തരൂർ പിന്നീട് അതിനെ വിശദീകരിക്കുകയും ചെയ്തു. പാർട്ടി താല്പര്യത്തെക്കാൾ രാജ്യ താല്പര്യത്തിലാണ് തനിക്ക് മുൻഗണനയെന്നും ഡോക്ടർ ശശി തരൂർ പറയുന്നതാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത മാസം അടുത്ത സ്റ്റേറ്റ്മെന്റ് വരികയാണ്. 2025 മാർച്ച് 19 റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടുകൾ പ്രശംസനീയം എന്നതായിരുന്നു ആ പുകഴ്ത്തൽ. റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യക്ക് പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് ശശി തരൂർ പറഞ്ഞു. ഈ പ്രസ്താവന മോദിയുടെ നയതന്ത്ര മികവാണ് എന്ന് തരൂർ പറഞ്ഞു എന്ന രീതിയിലാണ് ഈ ഒരു പ്രതികരണത്തെ BJP വ്യാഖ്യാനിച്ചത്. വലിയ രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞു. മാർച്ചിൽ തന്നെ തൊട്ടടുത്ത ആഴ്ചയിൽ മാർച്ച് 31 നടത്തിയ അടുത്ത പ്രതികരണം, മഹാമാരിക്ക് മുന്നിൽ ലോകം വിറങ്ങലിച്ചപ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധം മികച്ചത്, മാതൃകാപരം. കോവിഡ് കാലത്ത് രാജ്യം സ്വീകരിച്ച നടപടികൾ, വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ കാണിച്ച വേഗവും ജാഗ്രതയും മാതൃകയാക്കാവുന്നതെന്നാണ് ശശി തരൂർ പറഞ്ഞത്. വാക്സിൻ നയതന്ത്രം എന്ന് വിശേഷിപ്പിച്ച രാജ്യത്തിന്റെ പ്രതിരോധ രീതികൾ മാതൃകാപരമെന്നും അന്ന് തരൂർ പരാമർശിക്കുന്ന നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പുകഴ്ത്തലുകൾ. ആ പുകഴ്ത്തലുകളൊക്കെ ഏത് രീതിയിലാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ, അല്ലെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ തരൂർ വിശദീകരിക്കുക എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം.